ഇടിച്ച് തകർക്കണത്. ചട്ടി പിടിവാശി കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. പെർമിഷൻ ഇല്ലാതെ നിർമ്മിച്ചതാ ഇടിക്കാൻ പോകുന്നത്. എന്റെ സ്ഥലത്ത് എന്റെ അച്ഛന്റെ സമ്മതി കിട്ടിയാൽ എന്താ തെറ്റ്? ഇതിലെന്താ തെറ്റുള്ളത്? ഞങ്ങളുടെ ഗവൺമെന്റ് അച്ഛന് കൊടുത്തതാ. ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം അച്ഛന്റെ സ്വന്തം അല്ല. എടാ ഇടിക്കടാ. ഭഗവാനെ, എന്തൊരടിയാണെന്നറിയോ? സഹിക്കാൻ പറ്റിയിരുന്നില്ല. നിനക്ക് എന്താ വട്ടുപിടിച്ചോ? ഞാനെങ്ങാനും തിരിച്ചടിച്ചാൽ അമ്മാവന്റെ പ്ലാൻ എല്ലാം അങ്ങ് തകർന്നു പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടി വാങ്ങിക്കുന്നത് വരെ അഭിനയിച്ചത്. ആക്ടിങ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ നടന്നു. അവൻ ഓവർ റിയാക്ട് ആയി ഞങ്ങളെടുത്ത് അകപ്പെട്ടു. സാറേ, ഇപ്പം വന്നതും പോലീസിന്റെ കൈത്തരിപ്പ് കാണിച്ച് വിട്ടാ മതിയോ? അതോ ലാൻഡിന്റെ ഡോക്യുമെന്റ് ഒപ്പ് മേടിച്ചു വിടണോ? അത് നിന്നെ കൊണ്ട് പറ്റില്ല. പ്രാണം പോയാലും അവൻ ഒപ്പിടില്ല. സാർ, എന്നെ അങ്ങനെ ചെറുതായി കാണല്ലേ. സ്റ്റേഷനിലിരിക്കുന്ന പോലീസുകാരൊക്കെ വെള്ളത്തിലിരിക്കുന്ന മുതല പോലെയാ. ആനയാണെങ്കിലും ഞങ്ങളുടെ അടിയിൽ പൂച്ചയായിട്ട് മാറും. ട്രൈ ചെയ്യും. എന്താ എന്നെ വിളിപ്പിച്ചിരുന്നോ? എന്താടാ, നീ അത്ര വലിയ ഗുണ്ടയാണോ? MROന്റെ ദേഹത്തന്നെ കൈവയ്ക്കാറായോ? അത്രയ്ക്ക് ധൈര്യമായോ നിനക്ക്? എന്റെ സ്ഥലത്ത് കാല് വെച്ച MRO അല്ല, അയാളുടെ അച്ഛനെ വരെ ഞാൻ ശരിയാക്കും. അത് നിന്റെ സ്ഥലമല്ല, ഗവൺമെന്റിന്റെ സ്ഥലമാ. പാവപ്പെട്ടവരെ കൃഷിക്ക് വേണ്ടി ഡാ. ദേ കണ്ടില്ലേ, ഗവൺമെന്റ് ഇവനാണ് പട്ടാ കൊടുത്തിരിക്കുന്നത്. മര്യാദയ്ക്ക് ആ സ്ഥലം നിന്റെ അല്ലെന്നും ഇവന്റെ ആണെന്നും ദേ കണ്ടില്ലേ, ഇതിൽ ഒപ്പിട്ടതാ. കിട്ടില്ലെങ്കിലോ? ഒപ്പിടിപ്പിക്കും. നിന്നെ കൊണ്ട് പറ്റില്ല. ജീവൻ പോയാലും ഞാൻ ഇടില്ല. ഒപ്പിടാനല്ലേ പറഞ്ഞത്? ഒപ്പിടാ, അടിക്കടാ, ഒപ്പിടാ, ഒപ്പിട്. എത്ര തല്ലിയാലും ഇടുന്നില്ലല്ലോ. എന്നെ എന്തിനാണ് തല്ലുന്നേ? ജീവൻ പോയാലും ഞാൻ ആ സ്ഥലം നിനക്ക് തരില്ല.
പറഞ്ഞില്ല നിന്നോട്, അവൻ ഒപ്പിടില്ല, അവൻ ഒപ്പിടത്തില്ല. എന്താ മോളെ ഇങ്ങോട്ടൊക്കെ? ചണ്ടിയെ വിട്ടേക്ക്. ചണ്ടിയോ? ഇവിടെ ഇല്ലല്ലോ. നീ വിളിപ്പിച്ചെന്നും പറഞ്ഞാണ് ചണ്ടി ഇങ്ങോട്ട് വന്നത്. ആണോ? എടോ, നിങ്ങളാരെങ്കിലും ചണ്ടീനെ കണ്ടിരുന്നോ? ഇല്ല സാർ. അവർ ആരും ചണ്ടീനെ കണ്ടില്ലത്രേ മോളെ. മര്യാദക്ക് ചണ്ടിയെ വിട്ടേക്ക്. ചേടാ, വിട്ടില്ലെങ്കി കേട്ടല്ലോ, വീട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന്? നാട്ടുകാർ മുഴുവനും ഈ സ്റ്റേഷന് ചുറ്റുമുണ്ട്. ജനങ്ങളോട് കളിക്കരുത്. ഞാനും അതന്നെയാ പറയുന്നത്. പക്ഷെ SI പറയുന്നത് കേൾക്കുന്നില്ല. ഇയാള് ഭയങ്കര സ്ട്രിക്റ്റോ. അയ്യോ, ഈ MLA ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല. SI സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എനിക്ക് വേണ്ടി ചണ്ടിയെ വിട്ടേക്കണം പ്ലീസ്. എനിക്കറിയാം നീ ഇങ്ങോട്ട് വരുമെന്ന്. നീ ചണ്ടിയെ റിലീസ് ചെയ്യാൻ വേണ്ടി വന്ന് വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് അവന്റെ കൂടെ ഏറ്റുമുട്ടാൻ കഷ്ടപ്പെട്ട് മറ്റൊരു പ്ലാൻ ഉണ്ടാക്കണം. നിന്റെ അടുത്ത് രാഷ്ട്രീയ ബലം ഉണ്ടെങ്കിൽ ചണ്ടിക്ക് ആത്മബന്ധങ്ങളുണ്ട്. നീ ചണ്ടിയെ ഒന്നും ചെയ്യില്ല. എന്നോട് ചാലഞ്ച് ചെയ്യല്ലേ, പിന്നെ ഞാൻ വില്ലനായിട്ട് മാറും. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. ശരി, നാളെ രാവിലെ 9 മണിക്ക് ഹീറോന്റെ വീട്ടിൽ പോയി നോക്ക്. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് അവിടെ കാണാം. സർവേ ജനാ സുഖിനോ ഭവന്തു. എടാ, നന്നായിട്ട് ഇടിക്കടാ. ഓക്കേ, സർ. വേഗം ആവട്ടെ, ഇടിക്കേ. എന്താ എന്താ ചെയ്യുന്നേ? SI സാർ, എന്തിനാ എന്റെ വീട് ഇടിക്കുന്നത്? ചണ്ടി, നിന്റെ വീട് വരാനിരിക്കുന്ന സർക്കാരിന്റെ ഹൈവേക്ക് തടസ്സമാണ്. നിയമപ്രകാരം ഇത് ഇടിച്ചേ പറ്റൂ. ഈ വീടോ ഹൈവേ റോഡിലാണെന്നോ? എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നും അല്ല, 3 മാസമായിട്ട് നോട്ടീസ് അയച്ചോണ്ടിരിക്കുക. നോട്ടീസ് ഒന്നും വന്നേയില്ലല്ലോ. അയച്ചതായിട്ട് ഞങ്ങളുടെ റെക്കോർഡ്സിലുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇല്ല, ഇത് ചതിയാണ്, വിശ്വസിക്കരുത്. എന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്താ ഇവിടെ നീ പ്രോബ്ലം? ഒന്നുമില്ല, ചണ്ടിയുടെ വീട് റോഡ് എക്സ്റ്റൻഷനിൽ വരിക. അതിന് നിയമപ്രകാരം ഇത് ഇടിക്കണം. എന്താടോ റൂൾസിന്റെ പേര് പറഞ്ഞ് വീടിടിക്കുമെന്ന്? അതല്ല സാറേ, ഇദ്ദേഹത്തിന് ഇതിനു മുമ്പ് പല പ്രാവശ്യമായിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സമയം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഗവൺമെന്റ് ഓർഡർ ആണ്, ഇതൊക്കെ റെക്കോർഡ്സിലുള്ളതാണ്. എന്താ നേതാവ് ഇതൊക്കെ? സിറ്റുവേഷൻ ഇത്രയൊക്കെ ആയിട്ട് എന്തുകൊണ്ട് എന്നോട് പറയാത്തത്? MLA സാറേ, നാട്ടുകാരുടെ ഇഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും തുല്യ പങ്ക് നിങ്ങൾക്കില്ല നേതാവേ. സാറേ, എനിക്ക് അതാ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനാണ് ഈ പഞ്ചായത്ത് തലവൻ. എനിക്കറിയാതെ ഈ റോഡ് ഇവിടെ എങ്ങനെ വരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. പഞ്ചായത്ത് തലവനെ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക. റെക്കോർഡ്സിലുണ്ട്, ഗവൺമെന്റ് റെക്കോർഡ്സ് കാണിക്കേ. ഇങ്ങനെ നോക്കേ മാറി സാർ, ഈ ചണ്ടിയുടെ അച്ഛൻ മരിച്ചുപോയ മാധവൻ സാർ എനിക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് മൊത്തം വേണ്ടപ്പെട്ട ആളാണ്. നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി കളഞ്ഞത്. നോക്കേ മാറു സാർ, ഈ 2 കൈയും കൂപ്പി ചോദിക്കുകയാണ്, ഈ വീടിടിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. സോറി സർ, ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതിനെ തടുത്ത ഗവൺമെന്റ് അവിടെ തടുത്തതിന് നിങ്ങളും കോർട്ടിലേക്ക് വരേണ്ടി വരും സാർ. ഞാനോ? സോറി സാർ, നീതിക്ക് മുന്നിൽ എല്ലാവരും സമമല്ലേ? സോറി ഹീറോ, സോറി അനീതി. ഒരു MLA ആയിട്ട് നിയമം പാലിക്കേണ്ടതായിട്ടുള്ള കടമ എനിക്കുള്ളത് കൊണ്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ പോലും ആവശ്യമില്ല, എന്റെ അനീതി ഉണ്ടല്ലോ. ഞാൻ വരട്ടെ ഹീറോ. MLA മനസ്സ് എത്ര നിഷ്കളങ്കമാണ്. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഇനി ഇടിക്കാൻ തുടങ്ങിക്കോളൂ. MRO സാർ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഇടിക്കടാ, ഇടിച്ച് മാറ്റടാ അവിടുന്ന്. വേഗം പണി തീർത്തിട്ട്